രേഖാശാസ്ത്രത്തിൽ ഹസ്തരേഖാശാസ്ത്രത്തിൽ കയ്യെ 7 തരമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിന് ശാസ്ത്രം എങ്ങനെ പറയും? രേഖാശാസ്ത്രത്തിൽ വിരലുകളെ അതിന് ആകൃതി കൊണ്ട് വലിപ്പം കൊണ്ടും 7 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. 7 വഴിയെ പറഞ്ഞിടാം. കൂർത്ത കൈ, മധ്യപാടം ചതുരാകൃതി, തത്വബോധം, തുടിപ്പിച്ച കോണിച്ച കൈ, വീതിത്തലയൻ കൈ, തലവേമ്പി കൈ, കൊലപാതകസ്ഥം, ഇങ്ങനെ 7 രീതിയായിട്ടാണ് ഹസ്തരേഖാശാസ്ത്രത്തിൽ കൈയെ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ ദുഷിച്ച കൈ, പിന്നെ ലുബ്ധൻ, ഭിക്ഷാടനം, വിഷുവിൻ്റെ കൈ ഒന്ന്, ധനവാൻ്റെ കൈ, ദരിദ്രൻ്റെ കൈ, ഇങ്ങനെ പല രീതിയിലുമുണ്ട്. ഇത് ഈശ്വരൻ പ്രകൃതിയിൽ നമ്മെ സൃഷ്ടിക്കുമ്പോൾ ഈ 5 മുദ്രകളോടുകൂടി ആണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് കൈ പല രീതിയിലാണ്. അത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വട്ടക്കൈയാണ് വരുന്നത്. ഈ വട്ടക്കൈയുള്ളവർ ഡോക്ടർമാർ, ഉന്നതന്മാർ, ഇങ്ങനെയുള്ളവരുണ്ട്. ഭയങ്കരമായി ഈ ഇരട്ടക്കൈയെ പോലെ ഒരുവിധം കൂടെ കൈയുള്ളവരുണ്ട്. പക്ഷെ അവർക്ക് മരണഭയമില്ലാത്തവരാണ്. മരിക്കാൻ പോലും ഭയമില്ലാതെ എന്ത് കാര്യവും പെട്ടെന്ന് എടുത്ത് അടിച്ച് ചെയ്ത്, അതൊക്കെ ഹസ്തരേഖ ശാസ്ത്രത്തിലുള്ളതാണ്. ഇത് അതായത് വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ, പഴയ നിയമത്തിൽ സലോമൻ ജ്ഞാനിയുടെ പുസ്തകം പഠിക്കുമ്പോഴും പുതുതായി ഒന്നുമില്ല, എല്ലാം പഴയതാണ്. നമ്മുടെ വായുവും പുതുതായിട്ട് രൂപകൽപ്പനയാണ്. വായു എവിടെ നിന്ന് വന്നുവോ അത് അയച്ചവൻ്റെ അടുക്കിലേക്ക് പോകുന്നു. സർവ്വതുമായ ഇതെല്ലാം ഈശ്വരന് മാത്രമേ അറിയാൻ സാധിക്കൂ. ഇത് ഞാൻ പഠിച്ചതനുസരിച്ച് ഈ വിദ്യ നഷ്ടപ്പെടാതിരിക്കാൻ കരുതിയാണ് ഞാനിങ്ങനെ ഒരു യൂട്യൂബിൽ വിക്ഷേപണം ചെയ്യുന്നത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.